മച്ചാമാരെ നമ്മുടെ അടുത്ത വ്ലോഗിലേക്ക് സ്വാഗതം. ഈ വ്ലോഗിന്റെ ശരിയായ പ്ലേസ് ഇവിടുന്ന് ഇതൊക്കെ കാണാം. വാ, സൗണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, അതിന് മാത്രമുള്ള സൗണ്ട് ഉണ്ട് ഇവിടെ. ഇവിടെ നിൽക്കുന്നെല്ലാം നമ്മളെ ഉള്ളത് തന്നെ. എബു ഇങ്ങനെ റൗണ്ടിങ് എടുത്തോ, എക്സാക്ട് ലൊക്കേഷൻ തിരട്ടെ ഇത് എവിടെ ഉള്ളതെന്നല്ലേ. ആ മോനെ, ഇത് നെബു പറഞ്ഞ പോലെ തന്നെ ഒരു ലൈഫ് ടൈം അല്ല, ലൈഫില് വൺസ് ഇൻ എ ലൈഫ് നടക്കുന്ന ഒരു കാര്യം മാത്രം. അപ്പൊ ഈ കാര്യമായിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് എന്താണ്? ഞങ്ങള് വിചാരിച്ചത് ഷിപ്പ് അട്ടർ ഫ്ലോപ്പ് ആയിരിക്കുമെന്നാണ്. നമ്മളെ ക്യാമറമാൻ എടുത്ത് കുത്താന്ന് വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ലെവല് സാധനം, ലെവലിലേക്ക് ഒന്നും പറയാനില്ല. അമ്മാരി സെറ്റപ്പ്. പിന്നെ നമ്മള് ലൂപ്പ് പെട്ടിട്ടുള്ളത്. താഴോട്ടേക്കുള്ള വഴി അറിയുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ലൊക്കേഷൻ ആക്കുക. എന്താ പറയാനുള്ളൂ, സംഭവം നമ്മള് ബാഗ് എവിടെയോ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റ് എവിടെയാന്നുള്ളത് ആർക്കും അറിയില്ല. അടുപ്പിച്ചോടിക്കണം. നല്ല കാറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒന്നാമത് എഞ്ചിന്റെ സൗണ്ട് കാര്യങ്ങള്. ഷിപ്പിന്റെ പേരെന്താ? ഇതിന്റെ ക്ലിപ്പളായി പോയാല് കറക്റ്റ് അല്ല. ഷിപ്പിന്റെ പേര് എമ്മി ലഗോൺ. അതാ പെരുന്തൽ നോക്കടാ, ഏത് തായാലോട്ടോ മുത്തേ. ശരിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ ഇത് അങ്ങ് നടന്നിരുന്നണ്ട നമ്മളെ മുത്ത്. ഒറ്റ മൈൻഡ് ഒറ്റ പരിപാടി. ശരിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ. അപ്പൊ നല്ല വിൻഡ് ഉണ്ട്. നമ്മൾ പറയുന്നത് ക്ലാരിറ്റി കുറവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ വിഷ്വൽസ് ക്ലിയർ ആയാൽ മതി. എടാ നൈറ്റ് മുത്തേ നൈസായിരിക്കും. നൈസായിരിക്കും പറഞ്ഞ പെർഫെക്റ്റ്. വ്യൂ മുത്തേ. പാ അടുത്ത സ്ഥലങ്ങൾ കൂടി കാണാലോ. നമ്മളെ വ്യൂ കാണിച്ചിട്ട് ഇങ്ങേക്ക് വരണോ? ബാക്കിയുള്ള കൂടി കാര്യങ്ങൾ കാണിക്കണം നമുക്ക്. ലക്ഷദ്വീപ്, നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ലക്ഷദ്വീപിലേക്കാണ്. തീ പിടിച്ചില്ലടാ, അതൊരു എന്തോ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും. വ്യൂ കറക്റ്റ് ആയിട്ട് കാണുന്നില്ല, കണ്ടിക്കില്ല. നൈസ് വൺ എന്ന് പറയുന്നത് നൈസ് വൺ. ഈ എഞ്ചിന്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് ഓഡിയോ ക്വാളിറ്റി കുറയാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്നാലും വ്യൂ കൃത്യമായി കിട്ടും എന്നുള്ള ഒരു വിശ്വാസം അതും എനിക്കുണ്ട്. ലൈഫ് ജാക്കറ്റ് ഉണ്ട്. വൺസ് എല്ലാവരും ഷിപ്പ് ട്രൈ ചെയ്യാം. അത്യാവശ്യം ക്യാഷ് കാര്യങ്ങൾ ഉള്ളവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എടുക്കുക. ക്യാഷ് കുറഞ്ഞ ആ ഒരു കാറ്റഗറി പെട്ട ആളാണെങ്കിൽ ബങ്ക് ക്ലാസ് എടുക്കുക. ബങ്ക് ക്ലാസ് എടുത്താലാണ് ലൈഫിൽ ശരിയായ എക്സ്പീരിയൻസ് ഉണ്ടാകും. നേരത്തെ വിചാരിച്ച് ഫാമിലിയെല്ലാം കൊണ്ടുവരുമ്പോ ഷിപ്പ് തന്നെ വേണോ, ഫ്ലൈറ്റ് തന്നെ വേണോ, ഷിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും. പക്ഷെ ഇത് ഫാമിലിക്ക് ഒന്നാണ് ബെറ്റർ ചോയ്സാ. ശരിയായ, അതായത് കൈവിട്ടിട്ട് ഒരുമിച്ച് നടന്നാല് കൃത്യമായ സ്ഥലത്തെത്തും. ശരിയായ ലൂപ്പ് അല്ലെങ്കിൽ മാപ്പ് അയച്ചിട്ട് പോവാ. പക്ഷെ റേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വിഷയങ്ങളുണ്ട്, അതിന്റേതായ പ്രശ്നമുണ്ട്. സെജുവിനെ കാണിക്കുന്നതിന് മുമ്പ് സെജു ആ വയർ കാണുന്നത് ബാക്കി കഴിഞ്ഞാല് നമുക്ക് എല്ലാം കട്ട് ചെയ്യണം വലിയ. പിന്നെ സെജു ഇത് വെക്കണം. പറ സെജു. എന്റെ മുത്തേ സീന് ഒന്നും പറയാനില്ല. ഞാനിങ്ങനെ കിളി പോയിട്ടിരിക്കുന്നു. വൺസ് നമുക്കൊരു ഷിപ്പ് വാങ്ങിയാലോ? ഈ ഒരു എക്സ്പീരിയൻസ് തന്നെയാണെങ്കിൽ എന്ത് പറയുന്നത്, അതല്ല സുന്ദരമായിട്ട് നമുക്ക് ഉണ്ടാക്കാം മുത്തേ. മൈക്ക് അല്ലാത്തത് കൊണ്ട് കേൾക്കൂല എന്നുള്ള വിശ്വാസമുണ്ട്. നടക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അല്ല, നമ്മള് പബ്ലിക്കിലേക്ക് പോകുമ്പോ നമ്മള് വോയിസ് ശ്രദ്ധിക്കാം. ഒന്നേ മൈക്ക് പിടിക്കുക, അല്ലെങ്കിൽ മൈക്ക് നമ്മള് ഹോൾഡ് ചെയ്യുക. പക്കാന്ന് പറഞ്ഞാൽ പക്ക. ഈ എക്സ്പീരിയൻസ് ലക്ഷദ്വീപിലേക്ക് പോകുന്നതില് ഫ്ലൈറ്റ് എന്തുകൊണ്ട് എടുക്കില്ല എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതിന്റെ അർത്ഥം വൺസ് നമ്മൾ എന്ത് ചെയ്യാം, ഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ലക്ഷദ്വീപിലെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാണോ ഉദ്ദേശിക്കുന്നെങ്കിൽ വീണോറ ലക്ഷദ്വീപിലെ കാര്യങ്ങൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഫ്ലൈറ്റ് എടുക്കുക, പോവുക, വരിക. പക്ഷെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്.
അതിലൊരു ഇതും ഇല്ല. പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ ഇനിയിപ്പോ കപ്പല് തുടങ്ങി കഴിഞ്ഞാലുള്ള എക്സ്പീരിയൻസ് വേറെ തന്നെ ആയിരിക്കും. അതിന്റെ നമുക്ക് നോക്കാം. അല്ല വേറെ തന്നെ ആയിരിക്കും. ചിലപ്പോ സ്റ്റെബിലിറ്റി ഉണ്ടാവും, കാരണം ഉള്ളിലൊരു വീട് പോലെ അവസ്ഥ. കറക്റ്റ് ആ ഡോറങ്ങ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പിന്നെ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറി വഴില് കപ്പല്ലാന്ന് പറയാൻ പറ്റില്ല. നീങ്ങാൻ തുടങ്ങിയാലുള്ള ആട്ടം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇല്ല, ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ചിലപ്പോ ഉണ്ടാവാം. അതെല്ലാം പറിച്ചോന്റെ കയ്യില് വിട്ടുകൊടുത്തു. നമ്മളെ പിള്ളേര് നിശാഗന്ധി പൂത്ത കാര്യങ്ങൾ പോലെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇമ്പല് ചാർജിന്റെ വിഷയം മറ്റേ സ്റ്റിക്കിന്റെ എന്റെ കയ്യിലിന്റെ ഒരു ബാഗില് അതൊന്ന് കട്ടി എന്റെ അടുത്തെടുക്കാം. ലൂപ്പിലേക്കുള്ള ശരിയായ കാര്യങ്ങൾ കാണിച്ചു തരാം. മുത്തേ നമ്മള് സ്റ്റിക്ക് എടുക്കാൻ വിട്ട് ആ സ്റ്റിക്ക് എടുക്കേണ്ടിട്ടാ പോകുന്നത്. അതിന് ഏടിയാ പോയി ഇതല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ AC, ആ സൗണ്ട് കാര്യങ്ങൾ വേ ടു ബങ്ക് ക്ലാസ്. റിച്ച് അല്ലെങ്കിൽ അത്യാവശ്യം ക്യാഷ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ്. അഫോർഡബിൾ ബങ്ക് ക്ലാസ്. അതാ പറഞ്ഞ കുറച്ച് ക്യാഷ് കാര്യങ്ങൾ ഉള്ളവർക്ക് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എടുക്കാം, അത്ര വിഷയം വരുന്നില്ല. നമ്മളൊന്നും കൂടി തായല്ലേ, ഒന്നും കൂടി തായല്ലേ. ലൂപ്പ് എന്താന്ന് കൃത്യമായിട്ട് ഇത് മനസ്സിലാവും. ശരിക്കും കാണിച്ചു തരാം എന്താണ് ലൂപ്പ്, ഇങ്ങനെയാണ് ലൂപ്പിന്റെ കാര്യങ്ങൾ ഉണ്ടാവുക. ഇതിന് തയ്യലും ഇതിലല്ല. നെബു വീഡിയോ പബ്ലിക്കിന് പരമാവധി കട്ട് ചെയ്തോട്ടോ. വിത്തൗട്ട് പെർമിഷൻ വീഡിയോഗ്രാഫി ഈസ് വെരി ബോറിംഗ്. ലൂപ്പിലേക്കുള്ള ശരിയായ എൻട്രി കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് ലൂപ്പാ. നമ്മളെ റൂമിന് നമ്മളെടുത്ത് തപ്പണം. കാര്യം ഈ പബ്ലിക്കിനെ നോക്കണേ, കട്ട് ചെയ്താ എന്തോ ഭാഗ്യം എന്റെ കിട്ടിയിട്ടുണ്ട്. എന്റെ ഇവിടെ ഉതച്ചു വെച്ചതാ, ഇല്ലേ സാധനം ശരിയാവില്ല. 300ന്റെ മേലെ, 300ന്റെ മേലെ ഉണ്ട്. ഗഗുല അടുത്തല്ലേ. അതായത് ഗൈസ്, ഇതിലൂട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് റൈറ്റിലേക്കും പോവാ ലെഫ്റ്റിലേക്കും പോവാ. ഇനി ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാല് നമുക്ക് റൈറ്റിലേക്കും പോവാം. പക്ഷെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാല് ലെഫ്റ്റിലേക്കും പോവാ. എങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഡെഡ് എൻഡ് ഇല്ല. ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഡെഡ് എൻഡ് എന്ന് പറഞ്ഞ സാധനമില്ല. അത് ഗൈസ് വ്യൂ എവിടെ ലൂപ്പ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ബാഗ് എവിടെയുള്ളതെന്ന് വെച്ചാൽ എത്തിയിട്ടുണ്ടല്ലോ. എൻ്റെ ബാഗ് എടുത്തു, അതെൻ്റെ ബാഗാന്ന് തോന്നുന്നുണ്ടല്ലേ. ഇത് ഇതാണ് ലൈറ്റ് ഓഫ് ആക്കണ്ടേ. കട്ടാക്കാം. നമ്മൾ തിരിച്ച് നമ്മളെ പിള്ളേടുത്ത് പോവാണ്. ഓക്കെ, ഇത് വേറൊരു ലൂപ്പാണ്, അത് വേറൊരു ലൂപ്പാണ്. ഇതിന്റെ താഴെ കാണിക്കുന്നുണ്ട് വയർ ഹോൾസ്. ഇത് ലിഫ്റ്റ് പോയാലോ. ഓക്കെ, അപ്പോ ബി നമ്മള് ഓക്കെ ലെറ്റ്സ് ഗോ. ട്വീൻ ഡെക്കാ നമ്മള് കേറ്റുവാ. ഫുള്ള് സിസ്റ്റമാറ്റിക് ആണ്. അപ്പോ ഇതിന്റെ മെയിൻ എന്ന് വെച്ചാല് നിങ്ങൾ ഒരിക്കലും ലക്ഷദ്വീപ് അത് ഒറ്റക്ക് വരാൻ പാടില്ല. ഒന്നെങ്കിൽ കപ്പിൾസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് മസ്റ്റാണ്, അല്ല ഫാമിലി. വൺസ് ഇൻ എ ലൈഫ് ടൈം. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുക, സാമ്പിൾ മേടിക്കട്ടേ കണ്ടിട്ടുള്ളൂ. ഇനി തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡോറ് തുറക്കാൻ പറ്റുമോ? ഓക്കെ, രണ്ടാളും വേണ്ടി വരും ഡോറ് തുറക്കാൻ. പാസഞ്ചർ നോട്ട് അലൗഡ്. അപ്പൊ ഒന്നും കൂടി താഴെയായിരിക്കും നമ്മള്. ഇതിന്റെ മേലെ ഇതിന്റെ മേലെ കേട്ടാ. ഇതുവരെ നമുക്ക് ഇതുവരെ മനസ്സിലായില്ല. വന്നിട്ട് ഒരു 1/4 മണിക്കൂറായി ഷിപ്പില്.
ഏരൂട്ടിയാ പുറത്തു പോകണ്ട്, ഏരൂട്ടിയാ ഉള്ളിൽ കയറേണ്ടത് ഇതുവരെ മനസ്സിലായി. ഓക്കെ, now we are out. താഴെ പോകുന്നില്ല, താഴെ നമുക്ക് നമ്മളെ ബെഡും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ട് ഒരു സൺറൈസ്. ബെഡ്ഷീറ്റ് പോലും ഇല്ല. ബെഡ്ഷീറ്റിനോട് ചോദിച്ചില്ല. താഴെ ഉള്ള ബെഡ് വേണോ അന്ന് അതെടുത്തിട്ട് വരാം ആദ്യം. മീൻസ് അത് സെറ്റ് ആക്കാം. തെറ്റല്ല, അതുപോലെ സംസാരിച്ചിട്ട് നേരത്താ റൂം. നമ്മളെ പിള്ളറില് 6 ആൾക്കാരില് 3 ആള് വേറെയും 3 ആള് വേറെയും ഉള്ളത്. അത് നമ്മൾ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം. ഒറ്റ ലൂപ്പിലേക്ക് വരാനുള്ള പുറത്തിറങ്ങിയുള്ള വഴി നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ഫോട്ടോസ് ഇനി എപ്പോ കൊടുക്കാം? എന്നടാ ഇത്ര വൈകുന്നേരമായി? ഒരു സ്റ്റെയർ ആയിരിക്കാനാല് മസ്റ്റായിട്ട് നമ്മള് ലിഫ്റ്റ് ഏത് ഡക്കാന്നറിയാവോ? കമ്പി കേറാനാണോ? ഇതാ അവസ്ഥയെങ്കില് എത്ര? 2 ലക്ഷം. 2 ലക്ഷം. 2 ലക്ഷം ഷോപ്പിംഗ് ഷോപ്പിംഗ് അത് നമ്മള് പോകുന്ന സ്ഥലത്ത് മറ്റേക്ക് നമുക്ക് ഷിപ്പ് എന്നാ മനസ്സിലാവും. ഇല്ലല്ലേ നമ്മളെ അങ്ങനെ ബാക്കി ദൃശ്യങ്ങൾ